ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പത്തനാപുരം മണ്ഡലവും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പത്തനാപുരത്ത് നടക്കുന്നത് കേവലം രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് വികാരനിർഭരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകളും അദ്ദേഹത്തിനെതിരെ നടന്ന സോളാർ ഗൂഢാലോചനകളും ചർച്ചയാക്കിക്കൊണ്ട് മകൾ മറിയ ഉമ്മൻ പത്തനാപുരത്ത് UDF പ്രചാരണത്തിനായി എത്തിയതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം ആകെ മാറിമറിയുകയാണ്. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥകളും നിലവിലെ സാഹചര്യങ്ങളും നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ സോളാർ ഗൂഢാലോചന എന്ന് നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദമായിരുന്നു സോളാർ കേസ്. എന്നാൽ ഈ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ചില രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നു എന്നത് പിന്നീട് CBI അന്വേഷണത്തിൽ വ്യക്തമായി. സോളാർ കേസിലെ പ്രതിയുടെ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതാണ് പ്രധാന പരാതി. ഇതിൽ നിലവിലെ MLA-യും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന് പങ്കുണ്ട് എന്ന ആരോപണം ശക്തവുമാണ്. ഈ കേസിൽ ഗണേഷ് കുമാറിനെതിരെ വിചാരണ തുടരാൻ കോടതി ഉത്തരവിട്ടതും തെരഞ്ഞെടുപ്പ് കാലത്ത് വിചാരണ സ്റ്റേ ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യവും കോടതി തള്ളിയതും ഗണേഷിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പത്തനാപുരത്തെത്തിയത്. പ്രതികാരം അപ്പയുടെ നിഘണ്ടുവിൽ ഇല്ലായിരുന്നു. എങ്കിലും അപ്പയെ വേട്ടയാടിയവർക്ക് ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന മറിയയുടെ വാക്കുകൾ മണ്ഡലത്തിൽ വലിയ ചലനമുണ്ടാക്കി. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഉമ്മൻചാണ്ടി അനുഭവിച്ച മാനസിക വിഷമങ്ങളെക്കുറിച്ച് മറിയ വിതുമ്പലോടെയാണ് സംസാരിച്ചത്. CBI റിപ്പോർട്ടിലൂടെ താൻ കുറ്റവിമുക്തനായ വാർത്ത അപ്പയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നും എന്നാൽ ആ വേദനകൾ അദ്ദേഹം ഉള്ളിൽ ഒതുക്കുകയായിരുന്നു എന്നും മറിയ ഓർമ്മിപ്പിച്ചു. പത്തനാപുരത്തെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ ഒരു ജനനായകനായാണ് കാണുന്നത്. സ്വന്തം നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് വേട്ടയാടിയത് പത്തനാപുരത്തുകാർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ആര് മാപ്പ് നൽകിയാലും ഗണേഷ് കുമാറിന് പത്തനാപുരത്തെ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന മറിയയുടെ തുറന്നടി ഗണേഷ് കുമാറിനെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ളതാണ്. ഉമ്മൻചാണ്ടി എന്ന വൈകാരിക ഘടകം വോട്ടായി മാറുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പത്തനാപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDFന് അനുകൂലമാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും UDF നേടിയ വിജയം ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും ഗണേഷ് കുമാറിനെതിരെയുള്ള വ്യക്തിപരമായ പരാമർശങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ജ്യോതികുമാർ ചാമക്കാല പ്രചാരണം നയിക്കുന്നത്. ചാമക്കാല സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ കോൺഗ്രസ് നടത്തുന്ന ഈ നീക്കം ഗണേഷ് കുമാറിന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചവർക്കുള്ള മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് മറിയ ഉമ്മൻ പറയുന്നത്. മകളുടെ ഈ വിതുമ്പലും ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള വൈകാരികമായ അടുപ്പവും വോട്ടായി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പത്തനാപുരത്തെ കാറ്റ് മാറി വീശുമെന്നും ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെന്നും മറിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മറിയ ഉമ്മന്റെ സാന്നിധ്യം പത്തനാപുരത്തെ പോരാട്ടത്തിന് കൂടുതൽ വീറും വാശിയും പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല.